രാജ്യത്തിലെ 80% പേരും പ്രധാനമന്ത്രിക്ക് എതിരാണെന്ന റിപ്പോർട്ടുകൾ വരുന്നിടത്താണ് കേവലം 20% മോദി ഭക്തന്മാര് എത്ര മണ്ടന്മാരായിക്കൊണ്ടിരിക്കുന്നു എന്ന് അളക്കാൻ കഴിയുന്നത്. ഇന്ത്യയിലെ 80%-ഓളം പേരും പ്രധാനമന്ത്രി തങ്ങളുടേതിന് സമാനമായ മതവിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കേണ്ടതുണ്ടെന്ന് അഭിപ്രായപ്പെട്ടതായിട്ടാണ് സർവേ റിപ്പോർട്ട് പുറത്തു വന്നത്. നാം മനസ്സിലാക്കേണ്ടത് അതിലൂടെ 80% പേര് ആഗ്രഹിക്കുന്നത് വർഗീയ ഇന്ത്യയല്ല, മതേതര ഇന്ത്യയാണെന്നാണ്. പ്രായപൂർത്തിയായവരിൽ പ്യൂ റിസർച്ച് സെന്റർ നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. മതപരമായ വിശ്വാസങ്ങൾ പങ്കുവെക്കുന്നവർക്കൊപ്പം തങ്ങളുടെ നേതാവ് നിലകൊള്ളണമെന്നും വലിയ വിഭാഗം ആഗ്രഹിക്കുന്നു. 35 രാജ്യങ്ങളിലായിട്ടാണ് PEW സർവേ നടത്തിയത്. 53,000 പേർ സർവേയുടെ ഭാഗമായി. സർവേയിൽ സമാനമായ കാഴ്ചപ്പാടുകൾ പങ്കുവച്ചവരുടെ സംഖ്യ ഏറ്റവും കൂടുതൽ തെക്കൻ ഏഷ്യ, തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നോർത്ത് അമേരിക്കയിലും യൂറോപ്പിലുമാണ് കുറവ്. തെക്കൻ അമേരിക്കയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയവർ കുറവുമല്ല, കൂടുതലുമല്ല എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. ഏഷ്യൻ രാജ്യങ്ങളിൽ തന്നെ സമാനമായ കാഴ്ചപ്പാട് പങ്കുവച്ചവരുടെ എണ്ണം സാമ്പത്തികമായി മുൻപന്തിയിലുള്ള ജപ്പാൻ, തെക്കൻ കൊറിയ എന്നീ രാജ്യങ്ങളെക്കാൾ പിന്നിലാണ്. സർവേയിൽ പങ്കെടുത്ത ഇന്ത്യക്കാരിൽ 79% പേരും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്നും വിഭിന്നമാണെങ്കിലും പ്രധാനമന്ത്രിക്ക് വ്യക്തമായ മതവിശ്വാസം ആവശ്യമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അമേരിക്കയിൽ ഇത് 48%. ഫിലിപ്പീൻസിൽ 86% ആളുകൾക്കും സമാനമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിംഗപ്പൂരിൽ ഇത് 45%, സ്വീഡനിൽ കേവലം 6% മാത്രമാണ്. പ്രധാനമന്ത്രി സ്വന്തം മതവിശ്വാസം പങ്കുവെക്കണമെന്ന് ഇന്ത്യയിലെ 81% പേരും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് സർവേ പറയുന്നത്. ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലുള്ളവരുടെ അഭിപ്രായവും ഉയർന്ന ശതമാനമാണ്. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് വ്യത്യസ്തമാണ്. അമേരിക്കയിൽ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുടെ എണ്ണം കുറവാണ്. 37% പേര് മാത്രമാണ് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. സിംഗപ്പൂരിലും വളരെ കുറവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്, 36%. തങ്ങളുടെ വിശ്വാസങ്ങൾക്കൊപ്പം രാജ്യത്തെ നേതാക്കൾ നിലകൊള്ളണമെന്ന് അഭിപ്രായപ്പെട്ടവരുടെ എണ്ണം പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് എത്തുമ്പോൾ വർദ്ധിക്കുന്നുണ്ട്. അമേരിക്കയിൽ സർവേയിൽ പങ്കെടുത്ത 64% പേരും മേൽപ്പറഞ്ഞ നിലപാടിലാണ് സ്വീകരിച്ചിരിക്കുന്നത്. സിംഗപ്പൂരിൽ ഇത് 50%, ജപ്പാനിൽ 27% മാത്രമാണ്. മതവിശ്വാസങ്ങളില്ലാത്തവരിലും സർവേ നടത്തിയിട്ടുണ്ട്. തങ്ങളുടെ നേതാവ് വിശ്വാസം വെളിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം 20%-ൽ താഴെയാണെന്നാണ് പല രാജ്യങ്ങളും പറയുന്നത്. അമേരിക്ക 11%, ഓസ്ട്രേലിയ 7%, സിംഗപ്പൂർ 16%, പെറുവിൽ ഇത് 42%. പശു ചാണകം ഭസ്മം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തല്ലിക്കൊന്ന ഇരുകാലികളായ മനുഷ്യരുടെ ജീവന് നിങ്ങൾ എന്തായാലും കണക്ക് പറയേണ്ടി വരും. കാരണം അതൊന്നും ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ദഹിച്ചിട്ടില്ല. കുറിച്ചു വെച്ചോളൂ മോദി, ഈ 80% അത് നിങ്ങൾക്കുള്ള വെല്ലുവിളി തന്നെയാണ്.